വചനവയിലൊരുക്കുന്ന ധന്യമേ ജീവിതം. തിരുഹൃദയ സന്യാസി സഭാ സമൂഹ സ്ഥാപക പിതാവ് തെന്നിൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ്റെ ജീവിത ചരിത്രം. അധ്യായം 7. തിരുഹൃദയ സമൂഹത്തിന്റെ പ്രാരംഭ നാളുകൾ. 1914 മാർച്ച് 21 ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷനായിരുന്ന കുര്യാളശ്ശേരി തോമാ മെത്രാൻ റോമയാത്രയ്ക്കൊരുങ്ങുന്ന വിവരം രൂപതയിലെ വിവിധ പള്ളികളിൽ അറിയിച്ചു. പുതിയ സഭയെ സംബന്ധിച്ച് പാലപ്പള്ളി വികാരിയായിരുന്ന തോട്ടുങ്കൽ അച്ഛനും പാലായിലെ മറ്റു വൈദികരും ഒപ്പിട്ടൊരപേക്ഷ വന്ധ്യപിതാവ് വഴി റോമയിലേക്ക് കൊടുത്തയച്ചു. ഈ സമൂഹത്തെ ഒരു സന്യാസി സഭയായി ഉറപ്പിക്കണമെന്ന് അവർ അതിൽ അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് സമൂഹം മുഴുവനും ഇക്കാര്യ സാധ്യത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അഭിവന്ദ്യ പിതാവ് റോമിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ആദ്യ നടപടി എന്ന നിലയിൽ കർമ്മലീത്ത നിഷ്പാദക സഭാ അംഗമായ ബഹുമാനപ്പെട്ട എസ്തപ്പാൻ അച്ഛനെ സന്ദർശനത്തിനായി അയച്ചു. അദ്ദേഹം പുതിയ സഭയുടെ ഭവനവും ചുറ്റുപാടുകളും പരിശോധിച്ചു. തൃപ്തികരമായ റിപ്പോർട്ട് അഭിവന്ദ്യ പിതാവിന് സമർപ്പിക്കാം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. വേദനയുടെ താഴ്വരയിൽ. 1915 ഫെബ്രുവരി 27 റോമ യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വന്ന വന്ധ്യപിതാവിനെ ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ സന്ദർശിച്ചു. സ്ഥാപനത്തിന്റെ അംഗീകാരത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ഗ്രഹിക്കുകയായിരുന്നു ഈ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. സംഭാഷണ മധ്യേ വന്ധ്യപിതാവ് ഇപ്രകാരം പ്രസ്താവിച്ചു: യൂറോപ്പിലെ പോലെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുവാൻ നമ്മുടെ നാടിന്റെ സ്ഥിതിക്ക് സാധ്യമാകാത്തതിനാൽ 500 രൂപ വീതം പത്രമേനി നിശ്ചയിച്ചുകൊണ്ട് ക്ലാരസഭയോട് യോജിച്ച് അതിന്റെ ഒരു വിഭാഗം എന്ന നിലയിൽ ഇതിനെ അംഗീകരിക്കാം. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട മത്തായി അച്ഛനുണ്ടായ മനോവേദന എത്രമാത്രമെന്ന് ഊഹിക്കാവുന്നതാണ്. പാവനമായ പരസ്നേഹത്താൽ പ്രേരിതമായ തന്റെ ഉദ്ദേശങ്ങൾ സാധിതമാകുന്നതിന് തിരുഹൃദയ സഭ എന്ന പേരിൽ ഒരു സ്വാതന്ത്ര്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനമായിരുന്നു ആവശ്യം. തന്നിമിത്തമാണ് മുൻപ് പറഞ്ഞ തീരുമാനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇച്ഛാഭംഗവും സങ്കടവും അനുഭവപ്പെട്ടത്. എങ്കിലും ഭഗ്നാശനാകാതെ ഈശോയുടെ തിരുഹൃദയത്തിൽ ശരണം വെച്ചുകൊണ്ട് താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പിതാവിനോടുള്ള അനാദരവായി പരിഗണിക്കരുതേ എന്നുള്ള അപേക്ഷയോടും കൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്രകാരം അറിയിച്ചു: വന്ധ്യപിതാവേ, സാധാരണക്കാരുടെ സന്യാസ ജീവിതത്തിനും ആബാലവൃത്തം അനാഥരുടെ ആത്മീയ ശരീര പോഷണത്തിനും ഉതകുന്ന ഈ സ്ഥാപനത്തെ മുൻപ് അവിടുന്ന് കൽപ്പിച്ചിരുന്നത് പോലെ യൂറോപ്പിലെ അഗതികളുടെ കൊച്ചു സഹോദരികൾ എന്ന സ്ഥാപനത്തിന് താഴ്ന്ന പദവിയിലെങ്കിലും അംഗീകരിക്കണമേ. അല്ലാത്ത പക്ഷം അവിടുന്ന് ഇപ്പോൾ പറഞ്ഞ അഭിപ്രായത്തെ ആധാരമാക്കി സ്ഥാപനത്തിൽ ചേർത്തിരിക്കുന്ന കുറെ ബാലികമാരെ ഉടനെ പിരിച്ചയക്കേണ്ടി വരും. കൂടാതെ പത്രമേനി ഒന്നും ക്ലിപ്പിതപ്പെടുത്താതിരുന്നിട്ട് പോലും ഇതേവരെ ഈ സഹോദരികളുടെ സമൂഹത്തിനും അവരുടെ സംരക്ഷണത്തിലുമുള്ള അഗതികളുടെ കാലയാപനത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആയതുകൊണ്ട് തിരുഹൃദയ സഭ എന്ന പേരിൽ ഒരു പുതിയ സഭയായി ഇതിനെ അംഗീകരിച്ചു തരണമേ. വന്ധ്യ തിരുമേനിയാകട്ടെ അല്പനേരം ആലോചിച്ചിരുന്നതിന് ശേഷം ആകട്ടെ നമുക്ക് ഇരുവർക്കും ദൈവ തിരുമനസ് അറിയാനായി ഇന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നാളെ ഒരു തീരുമാനമെടുക്കാമെന്ന് കൽപ്പിച്ച ശേഷം ഉറങ്ങുവാനായി പിരിഞ്ഞു. ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം മനോവേദനയും ഉത്കണ്ഠവും മാനസിക സംഘർഷവും നിറഞ്ഞ രാത്രിയായിരുന്നു അത്. പുതിയ സഭയെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിയുന്നതിനായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എസ്തപ്പാനച്ചൻ്റെ റിപ്പോർട്ട് അരമനയിൽ ലഭിച്ചിട്ടില്ല. സഭയുടെ നിലനിൽപ്പ് തീർച്ചയില്ല. മറ്റൊരു സഭയുടെ 2ാം സഭയായി തുടരുക മാത്രം. താൻ ഉന്നം വെച്ച ലക്ഷ്യവും ചൈതന്യവുമായിരിക്കുകയില്ല മേൽ സഭയ്ക്ക് ഉണ്ടായിരിക്കുക. ഈ വക ചിന്തകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മിതിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അതീവ ദുഃഖിതനായി. അന്ന് രാത്രിയിൽ ദീർഘസമയം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പ്രാർത്ഥന നിരതനായി അദ്ദേഹം കഴിച്ചുകൂട്ടി. ഫെബ്രുവരി 28 തന്നെ നവപൂർജ അർപ്പണത്തിന്റെ 15ാം വർഷദിനമായിരുന്നു. രാവിലെ ദിവ്യബലിയിൽ ഈ കാര്യം സംബന്ധിച്ച് പൂർണ്ണമായി ആത്മസമർപ്പണം അദ്ദേഹം ആവർത്തിച്ചു. 9 മണിക്ക് വീണ്ടും വന്ധ്യപിതാവിനെ സന്ദർശിച്ചു. അപേക്ഷിച്ചിട്ട് എന്ത് തോന്നുന്നു? വന്ധ്യപിതാവ് ചോദിച്ചു. പിതാവിന്റെ ഇഷ്ടം എന്ന് മാത്രം അദ്ദേഹം സന്ദേഹരഹിതനായി ഉത്തരം പറഞ്ഞു. ഇത് കേട്ട് വന്ധ്യപിതാവ് ക്ലാര സഭയുടെ ഒരു വിഭാഗമായി ഈ സമൂഹത്തെ അംഗീകരിക്കാമെന്നും ഈസ്റ്റർ കഴിഞ്ഞ് ക്ലാര മഠത്തിൽ നിന്നും 2 സിസ്റ്റേഴ്സിനെ അയച്ച് പുതിയ സഭയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാമെന്നും പരിശീലനം കഴിഞ്ഞ് ക്ലാര സഭയുടെ ഒരു ഉപസഭയായി അംഗീകരിക്കുവാൻ ശ്രമിക്കാമെന്നും പറഞ്ഞ് അച്ഛനെ യാത്രയാക്കി.
വിവരമറിഞ്ഞ പുതിയ സ്ഥാപനത്തിലെ അംഗങ്ങൾ ദുഃഖിതരായി തീർന്നുവെങ്കിലും ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു.